ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മെൽബൺ സിറ്റിയിലേക്കുള്ളൊരു ഡ്രൈവാണ്. മെൽബൺ സിറ്റിയിൽ കോളിൻ സ്ട്രീറ്റ്, അതായത് മെയിൻ സ്ട്രീറ്റാണ് മെൽബൺ സിറ്റിയിൽ. അത് കഴിഞ്ഞ് മെൽബൺ സിറ്റിയിലൂടെ ഈസ്റ്റിലേക്ക്, ജസ്റ്റ് ഈസ്റ്റ് ഫ്രീ വേയിലേക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇത് വളരെ ഫേമസ് വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് ശരിക്കും മെൽബൺ സിറ്റിയും വെസ്റ്റേൺ സബർബായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഭയങ്കര ബിസിയസ്റ്റ് റോഡാണിത് ഓസ്ട്രേലിയയിൽ തന്നെ. അതുകൊണ്ട് തന്നെ കാര്യം നമ്മൾക്കിപ്പം വെസ്റ്റ് സബർബിൽ നിന്ന് ഈസ്റ്റിലോട്ട് ഡയറക്റ്റ് പോകാനുള്ളൊരു ലിങ്ക് ഇല്ല. അതും ഓൾറെഡി അണ്ടർ പൈപ്പ് ലൈനാണ്. ഇപ്പം പുതിയൊരു ടണൽ, അതായത് ജസ്റ്റ് 20 മിനിറ്റ്സ്, അതായത് കമ്മ്യൂട്ടേഴ്സിന്, അതായത് പാസഞ്ചേഴ്സിന് 20 മിനിറ്റ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് $1 ബില്യൺ പ്രോജക്റ്റിൻ്റെ ഒരു ടണൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2026 അത് കഴിയും. അതുപോലെ തന്നെ മെൽബൺ സിറ്റിയിൽ തന്നെ വേറെ അണ്ടർഗ്രൗണ്ട് റെയിൽവേ ട്രാക്കും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഈ വർഷം അവസാനം കമ്മീഷനാവും. കുറേ എക്സ്പാൻഷനും ഡെവലപ്മെൻറ്റും കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് മെൽബൺ സിറ്റി. ഇവിടുത്തെ റോഡ് സിസ്റ്റം മെയിൻ, നമ്മളെ നാട്ടിലിപ്പം ഹൈവേ എന്ന് പറയും നമ്മൾ, അതിവിടെയുണ്ട് ഹൈവേ എന്ന് പറയുന്നത്. ഹൈവേ എന്ന് പറയുന്നത് ഒരു മെയിൻ റോഡ് തന്നെയാണ്. അതിൽ ട്രാഫിക് ലൈറ്റ് ഉണ്ടാവും. ട്രാഫിക് ലൈറ്റിൽ നമ്മളെ നാട്ടിലെ പോലെ തന്നെ ട്രാഫിക് ലൈറ്റിൽ സ്റ്റോപ്പ് ചെയ്ത് സീബ്ര ലൈനും, അതായത് ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനുള്ള ലൈനും എല്ലാം ഉണ്ടാവും. അതേസമയം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രീ വേ എന്ന് പറയും. ഫ്രീ വേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ. വണ്ടികൾക്ക് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും മാത്രമേ ഓപ്ഷനുള്ളൂ. ഒരു ട്രാഫിക് ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. കണ്ടിന്യൂസ്ലി വണ്ടി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഉള്ളതാണ് ടോൾ വേ. ടോൾ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ വേയുടെ തന്നെ ഭാഗമാണ് ടോൾ വേ. പക്ഷേ ഈ ഫ്രീ വേ തന്നെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാവും. ആ ഷോർട്ട് കട്ട് നമ്മൾ പേ ചെയ്യണം. അത് ഒന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യണ മെത്തേഡ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഓൺലൈനിൽ നമ്മൾ പേ ചെയ്യാം. പേ ചെയ്തില്ലെങ്കിൽ അതിന് പെനാൽറ്റി, ഫൈൻ വരും. അപ്പം നമുക്ക് മിക്കവാറും നമ്മളിപ്പം വെസ്റ്റിൽ നിന്ന് നമ്മൾ ഈസ്റ്റിലേക്ക് പോകുന്നിടത്ത് മെജോറിറ്റി ആൾക്കാർ ടോൾ വേ കൂടിയേ പോവുള്ളൂ. കാര്യം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റി കൂടി കയറിയിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ചിലപ്പം 20-25 മിനിറ്റ് ചിലപ്പോൾ താമസം എടുക്കും. അപ്പോൾ നമ്മൾ ആ 25 മിനിറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഷോർട്ട് കട്ട്. സിറ്റിയുടെ അടിയിൽ കൂടി തന്നെ ടണലുണ്ട്. ആ ടണലിൻ്റെ പേര് ബേൺലി ടണൽ എന്നാണ്. ആ ടണലിൽ കൂടി തന്നെ നമ്മൾ യാത്ര ചെയ്ത് സിറ്റിയുടെ അടിയിൽ കൂടി യാത്ര ചെയ്ത് നേരെ ഈസ്റ്റിലേക്ക് നമ്മൾ എത്താൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടുത്തെ റോഡ് സിസ്റ്റം. അതുപോലെ തന്നെ മെൽബൺ സിറ്റിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത് വളരെയധികം ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യും. കാര്യം അവർക്ക് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ടൂറിസം എങ്ങനെയാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഉദാഹരണമാണിത്.
അപ്പോൾ ടൂറിസ്റ്റുകൾക്കും അവർക്ക് വന്നു കഴിഞ്ഞാൽ വേറെ കാർഡ് ചാർജ് ചെയ്യാനൊന്നും നിൽക്കണ്ട, നേരെ ട്രാമിൽ കയറുക. ഏറ്റവും ബെസ്റ്റ് വേ ടു ട്രാവൽ ഇൻ ദ സിറ്റി ട്രാമാണ്. ട്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം റോഡിൻ്റെ നടുക്കൂടി ഓടുന്ന ട്രെയിനിൻ്റെ ഒരു ബോഗി പോലത്തെ ആ ഒരു വണ്ടിയാണ് ട്രാം. അപ്പോൾ അത് സിറ്റിക്ക് അതിന് എക്സ്ക്ലൂസീവ് റൂട്ടുണ്ട് സിറ്റിയുടെ ഉള്ളിൽ. പക്ഷേ സിറ്റിക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ട്രാമും നമ്മൾ നോർമൽ വെഹിക്കിൾസും എല്ലാം ഷെയർ ചെയ്യണതാണ്. അപ്പം അതിന് ചിലപ്പം സ്ലോനെസ് ഉണ്ടാകും. പക്ഷേ സിറ്റിയിൽ വരാൻ നേരത്ത് ട്രാമുകൾക്ക് മാത്രമായിട്ടുള്ള റൂട്ടുണ്ട്. അപ്പം ട്രാമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തും. അതും അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അപ്പം ട്രാം, ബസ് നമുക്ക് എവിടെ വേണമെങ്കിലും കയറാം, എവിടെ വേണമെങ്കിലും ഇറങ്ങാം. അപ്പം അതൊന്നും മനസ്സിലേക്കരുത് ആരെങ്കിലും ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ. അതുപോലെ തന്നെ സിറ്റിയിൽ കാണുന്ന പഴയ ബിൽഡിങ്ങുകളൊന്നും അതിൻ്റെ ഓണേഴ്സിന് ഷേപ്പ് ചേഞ്ച് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒന്നും പാടില്ല. അത് ഗവൺമെൻറ് പ്രൊട്ടക്റ്റഡ് ആണത്. കാര്യം ആ ഒരു പഴയ ബിൽഡിങ് ഹിസ്റ്റോറിക്കിൻ്റെ വാല്യൂ കൊടുത്തിട്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടി അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പം ഞാനെൻ്റെ വണ്ടി റോഡിന് ഏകദേശം നടുക്ക് ഭാഗത്ത് സൈഡിൽ ചേർത്താണ് നിർത്തിയിരിക്കുന്നത്. അത് ഞാൻ റൈറ്റ് ടേൺ എടുക്കാൻ വേണ്ടി സിറ്റി തന്നെ ഒരു പ്രത്യേകതരം സിഗ്നലാണ്, അതിനെ ഹുക്ക് ടേൺ എന്നാണ് പറയണത്. നമ്മൾ നേരെയുള്ള വണ്ടികൾ നേരെ ഇങ്ങനെ ഓപ്പോസിറ്റ് റോഡിൽ ഗ്രീൻ വരുമ്പോൾ പോയിക്കൊണ്ടിരിക്കും. റൈറ്റിലേക്ക് തിരിയുന്ന വണ്ടികൾ ആ സൈഡിൽ ഒതുക്കി നിർത്തും. അതിന് പ്രത്യേക ഒരു കോളമുണ്ട്, ആ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് ഓപ്പോസിറ്റ് റെഡ് വരുമ്പം നമ്മൾ നേരെ റൈറ്റ് ടേൺ എടുത്ത് പോകണം. അതിനെ ഹുക്ക് ടേൺ എന്ന് പറയും. അത് മെൽബൺ സിറ്റിയിലുള്ള ഒരു സൈനാണ്. അപ്പം ഡ്രൈവ് ചെയ്യുന്നവർ അത് മനസ്സിൽ വയ്ക്കുക.
സിറ്റിയുടെ നടുക്ക് തന്നെയാണ് ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിറ്റ്സ്റോയ് ഗാർഡൻ. അതിൻ്റെ ഉള്ളിൽ കൂടി ആൾക്കാർ ജോലിക്ക് പോകുമ്പോൾ അതിലേക്ക് കൂടി തന്നെ നടന്നാണ് ആൾക്കാർ ജോലിക്കൊക്കെ വരുന്നത്. വലിയൊരു ഗാർഡനാണ് സിറ്റിയുടെ ഒത്ത നടുക്ക് തന്നെ. നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. ഓട്ടത്തിന് കാണാൻ നല്ല രസമാണ്, സ്പ്രിങ്ങിന് കാണാൻ നല്ല രസമാണ്. കളറൊക്കെ മാറി, ഓട്ടത്തിന് കളറെല്ലാം ഇലകളുടെ കളറൊക്കെ മാറി നിൽക്കുന്നതാണ്. വളരെ രസകരമാണ്. കുട്ടികളായിട്ടും വലിയവരായിട്ടും പോകാൻ ഏറ്റവും നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. നമ്മൾ ഈസ്റ്റിൽ നിന്ന് മെൽബൺ സിറ്റിയിലേക്ക് റീ എൻട്രി ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ മെൽബൺ ഒളിമ്പിക് പാർക്കിൻ്റെ അതിലേക്ക് ഡ്രൈവ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒളിമ്പിക് പാർക്ക് എല്ലാ സ്പോർട്സ് നടക്കുന്ന അവിടെയാണ്. അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ, 2 വലിയ സ്റ്റേഡിയം ഉണ്ട്, സ്വിമ്മിങ്, അതുപോലെ തന്നെ അതിനടുത്ത് തന്നെയാണ് MCG മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. എല്ലാ സ്പോർട്സും നടക്കുന്നത് ഏകദേശം ആ ഏരിയയിലൊക്കെ തന്നെയാണ്.
ഇന്നത്തെ ഡ്രൈവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.